നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിജിമോൾ. ഞാൻ ഗവൺമെൻറ് IT മലമ്പുഴയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ DC to DC കൺവേർട്ടർ എന്ന പാഠഭാഗത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൂസ്റ്റ് കൺവേർട്ടർ പഠിച്ചു. ഇനി നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറാണ് പഠിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗങ്ങൾ: ബേസിക്സ് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ബേസിക് സർക്യൂട്ട് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, വർക്കിംഗ് ഓഫ് ദ സർക്യൂട്ട് ഇൻ ബക്ക് ഓപ്പറേഷൻ, വർക്കിംഗ് ഓഫ് ദ സർക്യൂട്ട് ഇൻ ബൂസ്റ്റ് ഓപ്പറേഷൻ. ആദ്യം ബേസിക്സ് പഠിക്കാം. ഇറ്റ് കമ്പൈൻസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് buck converter and boost converter in a single circuit. ബക്ക് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും ഔട്ട്പുട്ടിൽ കുറവ് തരുന്ന സർക്യൂട്ട്. ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും ഔട്ട്പുട്ട് കൂടുതൽ തരുന്ന സർക്യൂട്ട്. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടിൻ്റെ ഫങ്ഷൻസും ആക്ച്വലി കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ബാറ്ററി പവേർഡ് സിസ്റ്റം where the input voltage can vary widely. ബാറ്ററി പവേർഡ് സിസ്റ്റത്തിൽ, ബാറ്ററി ഉപയോഗിച്ച് പവർ കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ബാറ്ററിക്ക് കോൺസ്റ്റൻ്റ് ആണ്. അത് വേരി ചെയ്യുന്നപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യും തോറും. സ്റ്റാർട്ടിങ്ങിൽ വോൾട്ടേജ് ഫുൾ ചാർജ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് വരും തോറും അത് കുറഞ്ഞു വരും. അറ്റ് ഫുൾ ചാർജ് where the battery voltage may be higher than actually needed by the circuit being powered, a buck regulator is useful. ബാറ്ററി വോൾട്ടേജ് ഫുൾ ചാർജ് ആയിരിക്കുമ്പോൾ നമുക്ക് പവർ കൊടുക്കേണ്ട സർക്യൂട്ടിലേക്ക് വേണ്ടുന്നതിനേക്കാൾ കൂടുതലാണ് ബാറ്ററിയിലെങ്കിൽ നമുക്ക് കുറഞ്ഞ വോൾട്ടേജിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഒരു ബക്ക് റെഗുലേറ്റർ യൂസ്ഫുൾ ആണ്. ടു കീപ് ദ സപ്ലൈ വോൾട്ടേജ് സ്റ്റഡി. As the battery is used up, its charge decreases. The input voltage falls below the level required by the circuit. Then the battery must be നമ്മൾ റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വോൾട്ടേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് റെഗുലേറ്റർ ഈസ് യൂസ്ഫുൾ. Thus, buck boost converter work with a wide range of input voltages, both higher or lower than that needed by the circuit. ഇനി നമുക്ക് ബേസിക് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ പഠിക്കാം. അപ്പോൾ അതിനാദ്യം നമുക്ക് ബക്ക് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് വരയ്ക്കാം. നെക്സ്റ്റ് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് വരയ്ക്കാം. ബക്ക് കൺവേർട്ടർ എന്ന് എഴുതിയിരിക്കുന്നതും അതിൻ്റെ സർക്യൂട്ട് കോമ്പണൻസ് നമ്മൾ പിങ്ക് നിറത്തിലും ബൂസ്റ്റിൻ്റെ എല്ലാം നമ്മൾ ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ എല്ലാം നമ്മൾ ബ്ലൂ നിറത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ടിലും, അതായത് ബക്ക് കൺവേർട്ടറിലും ബൂസ്റ്റ് കൺവേർട്ടറിലും ഒരേ സ്ഥാനത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമുക്ക് ആദ്യം വരയ്ക്കാം. അതായത് രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സോഴ്സ് വോൾട്ടേജ് വന്നു, അത് നമ്മൾ വരച്ചു. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അത് വരച്ചു. നെക്സ്റ്റ് ലോഡ്, അതുപോലെ കപ്പാസിറ്റർ. ഇതെല്ലാം ബക്ക് കൺവേർട്ടറിലും ബൂസ്റ്റ് കൺവേർട്ടറിലും ഒരേ സ്ഥാനത്താണ്. അപ്പോൾ അതിന് നമ്മൾ അതുപോലെ ഇങ്ങോട്ട് വരച്ചു. നെക്സ്റ്റ് നമുക്ക് സ്വിച്ച്. ബക്ക് കൺവേർട്ടറിൽ സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ലോഡ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വരച്ചു. നെക്സ്റ്റ് കൺട്രോൾ പൾസ് കൊടുത്തു. അടുത്തത് ബക്ക് കൺവേർട്ടറിൽ നിന്ന് നമ്മൾ ഡയോഡിനെ എടുത്ത് വരച്ചു. ഇത് ഒരേ പൊസിഷൻ പോലെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ പകർത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ വരച്ചു. ഏത്? സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. അതുപോലെ തന്നെ പാരലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡയോഡും വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാൻ പെൻഡിങ് ഉള്ളത് നമ്മുടെ ഇൻഡക്ടറാണ്. ഇൻഡക്ടർ ആക്ച്വലി ബക്ക് കൺവേർട്ടറിലാണെങ്കിൽ സ്വിച്ചിന് ശേഷം സ്വിച്ചിന് ശേഷം ലോഡിന് മുന്നേ ആയിട്ട് വരും. അതുപോലെ ബൂസ്റ്റ് കൺവേർട്ടറിലാണെങ്കിൽ
സ്വിച്ചിന് മുന്നേ ആയിട്ടാണ് വരുന്നത്, മീൻസ് ഡയോഡിനൊക്കെ മുന്നേ ആയിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതേ പൊസിഷനിൽ രണ്ടിനും ഇടയിലായിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബക്ക് കൺവേർട്ടർ സർക്യൂട്ടും ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ടും കമ്പൈൻ ചെയ്യിച്ച് നമ്മൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞു. ഇനി ബക്ക് കൺവേർട്ടർ സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ച് പിങ്ക് നിറത്തിലാണ് കൊടുത്തിരുന്നത്. അത് നമ്മൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിലേക്ക് വരച്ചു. അത് നമ്മൾ സ്വിച്ച് 1 എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ ബൂസ്റ്റ് കൺവേർട്ടറിൽ നമ്മൾ സ്വിച്ച് വരച്ചത് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിലേക്ക് വന്നപ്പോൾ സ്വിച്ച് 2 എന്നാണ് മാർക്ക് ചെയ്തത്. കളറിന് മാറ്റം വരുത്തിയിട്ടില്ല. ഇനി നമ്മൾ കുറച്ചുകൂടെ മാറിയൊരു സർക്യൂട്ട് പഠിക്കാൻ പോവുകയാണ്. ആ സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ച് എന്നതിന് പകരമായിട്ട് അത് ആക്ച്വലി അവിടെ ഒരു മോസ്ഫെറ്റ് തന്നെയാണ് വരയ്ക്കാൻ പോകുന്നത്. സ്വിച്ച് 1ഉം സ്വിച്ച് 2ഉം മോസ്ഫെറ്റ് ആയിട്ട് തന്നെ വരയ്ക്കും. പക്ഷേ കളറ് പിങ്കും ബ്ലൂ ആയിട്ട് റൗണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് മോസ്ഫെറ്റ് വെച്ച് വരച്ചു. ആദ്യത്തെ സ്വിച്ച് 1ന് പകരം നമ്മൾ TR1 എന്ന് മാർക്ക് ചെയ്തു. സ്വിച്ച് 2 വരയ്ക്കുന്നതിന് പകരമായിട്ട് നമ്മൾ TR2 എന്ന് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കൺട്രോൾ പൾസസ് ഓരോ സ്വിച്ചിനെയും വർക്ക് ചെയ്യിക്കാൻ കൺട്രോൾ പൾസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം നമ്മൾ 2 ട്രാൻസിസ്റ്ററും ഓണും ഓഫും ചെയ്യുന്നതിനായിട്ട്, 2 മോസ്ഫെറ്റും ഓണും ഓഫും ചെയ്യുന്നതിനായിട്ട് ഒറ്റൊരു കൺട്രോൾ യൂണിറ്റാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിൽ നിന്നും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള സിഗ്നൽസ് പോകും. ഓൺ ചെയ്യാൻ നമ്മൾ റെഡ് കളറുള്ള സിഗ്നൽ കൊടുക്കും. ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ മീൻസ് ഹൈ ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഞാനിവിടെ റെഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓഫ് ചെയ്യാനായിട്ട് ബേസിലേക്ക് മോസ്ഫെറ്റിൻ്റെ ട്രാൻസിൻ്റെ ബേസിലേക്ക് നമ്മൾ ബ്ലാക്ക് കളറിലുള്ളത് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് ലോ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് ഓപ്പറേഷൻ നോക്കാം. ഓപ്പറേഷൻ ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പറേറ്റ് ലൈക്ക് ബക്ക് കൺവേർട്ടർ. ബക്ക് കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യും. അത് ബക്ക് കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടറായിട്ടും വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ പഠിക്കാനുണ്ട്. അപ്പം ആദ്യം നമ്മൾ ബക്ക് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഓപ്പറേഷനാണ് പഠിക്കുന്നത്. ഈ ബക്ക് കൺവേർട്ടറായിട്ട് പഠിക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൈൻഡിൽ നന്നായി നിൽക്കേണ്ട ഒരു കാര്യമാണ് ട്രാൻസിസ്റ്റർ TR1, അതായത് പിങ്ക് നിറത്തിലുള്ളത്. ബക്ക് എഴുതിയിരിക്കുന്നത് നമ്മൾ പിങ്ക് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. TR1 ആ ട്രാൻസിസ്റ്റർ നമുക്ക് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യും. അതായത് ആ TR1നെയാണ് നമ്മൾ ഓണും ഓഫും ആക്കുന്നത് ബക്ക് ഓപ്പറേഷനിൽ. അതേസമയം ബൂസ്റ്റ് ഓപ്പറേഷൻ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ TR2നെയാണ് ഓൺ ഓഫ് ആക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ബക്ക് ഓപ്പറേഷനാണ് പഠിക്കാൻ പോകുന്നത് ഇപ്പം. അപ്പോൾ അതിൽ TR1നെ ഓണും ഓഫും ചെയ്യണം. ആദ്യം നമുക്ക് TR1നെ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുള്ള വർക്കിംഗ് നോക്കാം. അപ്പോൾ കണ്ടീഷൻ ഈസ് TR1 ഓൺ ആൻഡ് TR2 ഓഫ്. TR2 ബക്ക് ഓപ്പറേഷനിൽ TR2 ഫുൾ ടൈം ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ TR1 മാത്രം ഓൺ ചെയ്ത് TR2നെ ഓഫ് ചെയ്ത് വെച്ചു. ഇൻ ബക്ക് കൺവേർട്ടർ മോഡ് TR2 ഈസ് ഓഫ് ആൻഡ് ഇറ്റ് ഹാസ് നോ അതർ റോൾ. നമ്മൾ TR2നെ ഓഫ് ചെയ്യാൻ സിഗ്നൽ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കൊടുത്തു. TR2 ഓഫായി. അതുപോലെ തന്നെ അതിൽ നമ്മൾ ലേശം അതിൻ്റെ കണക്ഷൻ അല്പം വിടിയിച്ചാണ് കാണിച്ചിരുന്നത്. ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഓഫാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. TR1 is switched on and off at high frequency square wave from the control unit. When gate of TR1 is high, TR1 is on. Then current flows through it. നമ്മൾ ഹൈ സിഗ്നൽ കൊടുത്തു, TR1 ഓൺ ആയി. ഷോർട്ട്കി ഡയോഡ് D1 is turned off. ഷോർട്ട്കി ഡയോഡ് D1 പിങ്ക് നിറത്തിലുള്ള ഡയോഡ് അത് ഓഫാണ്, റിവേഴ്സ് ബയസ് ആണ്. കാരണം അതിൻ്റെ കാഥോഡിൽ പോസിറ്റീവ് വോൾട്ടേജാണ് ബാറ്ററിയിൽ നിന്ന് വരുന്നത് ഈ കണ്ടീഷനിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് വരുന്നതുകൊണ്ട് അത് ഓഫാണ്. അപ്പോൾ അതിനെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് റിവേഴ്സ് ബയസ് ആണ്, അത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്
The current starts from positive terminal of source. വോൾട്ടേജ് സോഴ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യും, തിരിച്ച് നെഗറ്റീവ് ടെർമിനലിൽ വരും. നോക്കാം. കറണ്ട് പോസിറ്റീവ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, T1 പാസ് ചെയ്യുന്നു, നെക്സ്റ്റ് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്നു, ഇൻഡക്ടർ ചാർജ് ചെയ്യുന്നു. ബാറ്ററിയുടെ സൈഡിലോട്ട് പോസിറ്റീവ് വരുന്ന രീതിയിലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്വിച്ച് ഓഫാണ്, അതുകൊണ്ട് D2 ഡയോഡ് വഴി പാസ് ചെയ്യുന്നു, കപ്പാസിറ്ററിലേക്ക് പോകുന്നു, കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കുന്നു. നെക്സ്റ്റ് ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു, മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കാണ് ഡയറക്ഷൻ. നെക്സ്റ്റ് നമുക്ക് ബാക്ക് പോയി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ അത് എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് കറൻറ്റ് ഫ്ലോ വരുന്നത്. അപ്പം ഇൻപുട്ട് സോഴ്സ് ഈസ് സപ്ലൈങ് ദ ലോഡ്. ബക്ക് കൺവേർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം TR1 ഓണാണ്. ആ സമയത്ത് ഇൻപുട്ട് സോഴ്സ് ലോഡിന് സപ്ലൈ ചെയ്യും. അറ്റ് ദിസ് ടൈം L and C ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ സ്റ്റോഴ്സ് എനർജി ആസ് പെർ ദ പൊളാരിറ്റി മാർക്ക്ഡ്. അപ്പം ബക്ക് കൺവേർട്ടർ ഓപ്പറേഷനിൽ TR2 ഫുൾ ടൈം ഓഫാണ്. അതിൽ TR1 ആണെങ്കിൽ ഓണും ഓഫും ഉണ്ട്. അതിൻ്റെ ഓൺ കണ്ടീഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓൺ കണ്ടീഷനിൽ സോഴ്സ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കും, അതേസമയം ഇൻഡക്ടറും കപ്പാസിറ്ററും ചാർജ് ചെയ്യും. ഇതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കിയത്. വെൻ ഇനഫ് എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ, കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ട്രാൻസിസ്റ്ററിനെ സ്വിച്ച് ഓഫ് ചെയ്യും കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ നമുക്കിനി സ്വിച്ച് ഓഫ് ചെയ്യുന്ന കണ്ടീഷൻ നോക്കാം. അപ്പോൾ ബക്ക് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ട്രാൻസിസ്റ്ററിനെ TR1 സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനെ ഓഫ് ചെയ്യിച്ചിട്ടുള്ള കണ്ടീഷനാണ് നമുക്കിപ്പം നോക്കേണ്ടത്. TR2 ഓൾറെഡി ഓഫാണ്. അപ്പോൾ കണ്ടീഷൻ ഈസ് TR1 ഓഫ്, TR2 ഓഫ്. കൺട്രോൾ യൂണിറ്റ് ടേൺസ് ഓഫ് TR1. സിഗ്നൽ പോകുന്നു, ലോ ആയതുകൊണ്ട് ബ്ലാക്ക് കളറിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓഫ് ആവുന്നു TR1. ഇൻപുട്ട് സോഴ്സ് ഈസ് ഡിസ്കണക്റ്റഡ്. അതുകൊണ്ടാണ് നമ്മൾ TR1 കഴിഞ്ഞൊരു ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നത്, ഡിസ്കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കൊളാപ്സിങ് ആൻഡ് ബാക്ക് EMF ഈസ് ജനറേറ്റഡ്. ഇൻഡക്ടറിൽ കറൻറ്റ് ഫ്ലോ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുമ്പോഴേക്കും എന്താവും? ബാക്ക് EMF ജനറേറ്റഡ് ആവും. ബാക്ക് EMFൻ്റെ പൊളാരിറ്റി നോക്കുക. ലെഫ്റ്റ് എൻഡിൽ ഓൾറെഡി പ്ലസ് ആയിരുന്ന സ്ഥലത്ത് ഇപ്പം മൈനസ് ആണ്, മൈനസ് ആയിരുന്ന സ്ഥലത്ത് പ്ലസ് ആണ്. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള പൊളാരിറ്റിയും ബാക്ക് EMFൻ്റെ പൊളാരിറ്റിയും റിവേഴ്സാണ്. അത് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദ സോഴ്സ് ഓഫ് കറൻറ്റ് ഈസ് നൗ ഇൻഡക്ടർ L. The back EMF is in reverse polarity. Then D1 is forward biased and it conducts. D1 on ആയി, പിങ്ക് കളറിലുള്ളത്. Then current starts from inductor and it flows through diode D2. സ്വിച്ച് TR2 ഓഫാണ്. അപ്പോൾ ഡയോഡ് D2 കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. നെക്സ്റ്റ് ലോഡിലേക്ക് മുകളിൽ നിന്നും താഴേക്കാണ് കറൻറ്റ് ഫ്ലോ. തിരിച്ച് കറൻറ്റ് വന്ന് എവിടേക്ക് കയറുന്നു? ഡയോഡ് D1 ഫോർവേഡ് ബയസ് ആണ്, ഓണാണ്. അപ്പോൾ D1 കയറിയിട്ട് തിരിച്ച് ഇൻഡക്ടറിൻ്റെ ബാക്ക് EMFൻ്റെ മൈനസ് പൊളാരിറ്റിയുള്ള ഭാഗത്തേക്ക് വരുന്നു. As the charge of inductor L decreases, the charge accumulated in C കപ്പാസിറ്ററിൽ അക്യുമുലേറ്റ് ചെയ്ത ചാർജ് ആഡ്സ് ടു ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ദ ലോഡ്. ഇൻഡക്ടറിലെ ചാർജ് കുറഞ്ഞു വരും തോറും കപ്പാസിറ്ററിൽ അക്യുമുലേറ്റ് ചെയ്ത ചാർജ് കറൻറ്റ് ഫ്ലോ ചെയ്യിക്കും ലോഡിലേക്ക്. ദസ് കീപ്പിംഗ് V out reasonably constant during off period. കപ്പാസിറ്ററിൽ നിന്ന് ആരോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെൻ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഡിക്രീസസ്, കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കുറയുന്ന സമയം കൺട്രോൾ യൂണിറ്റ് ടേൺസ് ഓൺ TR1.
അപ്പോൾ ഇൻഡക്ടറിലെ ചാർജ് കുറഞ്ഞ കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിലും ചാർജ് കുറയുമ്പോൾ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാവും ഇനി കണ്ടീഷൻ മോശമാണ്, നമുക്ക് വേഗം TR1 ഓൺ ചെയ്യിക്കാം. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് സിഗ്നൽ കൊടുത്ത് TR1 ഓൺ ചെയ്യിക്കും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ് ഇൻഡക്ടറിനെ ചാർജ് ചെയ്യിക്കും, കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കും, ലോഡിന് സപ്ലൈ ചെയ്യും. ആവശ്യത്തിന് ചാർജ് കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും സ്റ്റോർ ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് TR1 സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർന്ന് ലോഡിന് സപ്ലൈ ചെയ്യും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ടിൻ്റെ ബക്ക് ഓപ്പറേഷൻ, ബക്ക് കൺവേർട്ടർ ആയിട്ടുള്ള ഓപ്പറേഷൻ. ദിസ് ഹെൽപ്സ് കീപ് ദ റിപ്പിൾ ആംപ്ലിറ്റ്യൂഡ് ടു എ മിനിമം ആൻഡ് വി ഔട്ട് അപ് ടു വാല്യൂ ഓഫ് VS. VSൽ തൊട്ട് താഴെ, അതായത് സോഴ്സ് വോൾട്ടേജിൻ്റെ തൊട്ട് താഴെ വരെയുള്ള വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതായത് ഇതൊരു ബക്ക് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ദസ് ദ സർക്യൂട്ട് വർക്ക്സ് ആസ് ബക്ക് കൺവേർട്ടർ. അടുത്തത് നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് നോക്കേണ്ടത്. ബൂസ്റ്റ് കൺവേർട്ടറിൽ ബൂസ്റ്റ് എന്ന വാക്ക് ഞാൻ ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ TR2 ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നു. അതായത് TR2 ആണ് ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. അതായത് ഓൺ ആകുന്നതും ഓഫ് ആക്കുകയും മാറി മാറി ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നത് TR2 ആണ്. അതേസമയം TR1 നമ്മൾ ഫുള്ളായിട്ട് ഓൺ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് സീരീസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ TR1 എപ്പോഴും ബൂസ്റ്റ് കൺവേർട്ടർ ഓപ്പറേഷനിൽ ഓൺ ആക്കി വയ്ക്കും. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അതേസമയം സ്വിച്ചിങ് ട്രാൻസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് TR2 ആണ്. അപ്പം നമുക്ക് TR2 ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം. ആ രണ്ട് കണ്ടീഷനും പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് TR1 ഓൺ ആൻഡ് TR2 ഓൺ, ആ കണ്ടീഷനാണ് പഠിക്കാനുള്ളത്. ഇൻ ബൂസ്റ്റ് കൺവേർട്ടർ മോഡ് TR1 ഈസ് ടേൺഡ് ഓൺ കണ്ടിന്യൂസ്ലി. ഇറ്റ് പാസസ് കറൻറ്റ്. ഓൺ ആക്കുന്നു, സിഗ്നൽ പോയി, ഹൈ സിഗ്നലാണ്, അതുകൊണ്ട് നമ്മൾ റെഡ് മാർക്ക് ചെയ്തു. TR1 ഓൺ. പിക്ചറിൽ നോക്കാം. D1 റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് സോ ഡസ് നോട്ട് പാസ് കറൻറ്റ്. D1 റിവേഴ്സ് ബയസ് ആണ്. അപ്പം നമ്മളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കാണിച്ചിട്ടുണ്ട്. ദിസ് ബോത്ത് TR1 ആൻഡ് D1 ഹാവ് നോ അതർ റോൾ. TR1 ഫുൾ ടൈം ഓൺ ആയിരിക്കും, കറൻറ്റ് കണ്ടക്ട് ചെയ്യും. അതുപോലെ D1 ഫുൾ ടൈം റിവേഴ്സ് ബയസ് ആയിരിക്കും, അത് കറൻറ്റ് കണ്ടക്ട് ചെയ്യില്ല. ഇത് രണ്ടുമാണ് ഈ രണ്ട് കോമ്പണൻസിൻ്റെ ഫംഗ്ഷൻ. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇൻ ബൂസ്റ്റ് കൺവേർട്ടർ TR2 ഈസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് ഓഫ് ബൈ എ ഹൈ ഫ്രീക്വൻസി സ്ക്വയർ വേവ് ഫ്രം കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ TR2 നമുക്ക് ഓൺ ഓഫ് ആണ് ആദ്യം നമ്മൾ ചെയ്യാമെന്ന്. TR2 ഓൺ ആക്കുകയാണ്. സിഗ്നൽ പോയി, ഹൈ സിഗ്നൽ പോയി, റെഡിൽ കാണിച്ചു, TR2 ഓൺ ആയി. ഡ്യൂറിങ് ദ ഓൺ പീരിയഡ്സ് when TR2 is conducting, current flows through it. Input current starts from positive terminal of source. എപ്പോഴും അങ്ങനെയാണല്ലോ, പോസിറ്റീവ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്ത് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ നെഗറ്റീവ് ടെർമിനലിൽ വന്നു ചേരും. പോസിറ്റീവ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്ത് TR1 പാസ് ചെയ്ത് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇൻഡക്ടർ ലെഫ്റ്റ് എൻഡിൽ മീൻസ് ബാറ്ററിയുടെ സൈഡിൽ പോസിറ്റീവായും മറ്റ് സൈഡിൽ നെഗറ്റീവായും ചാർജായി. നെക്സ്റ്റ് കറൻറ്റ് TR2 പാസ് ചെയ്യുന്നത്. കാരണം TR2 ഓൺ ആണ്. ഓൺ കണ്ടീഷനിൽ ഇറ്റ് ഓഫേഴ്സ് ഒരു ഷോർട്ട് പാത്താണ് കൊടുക്കുന്നത്, ലോ റെസിസ്റ്റൻസ് പാത്താണ്. അപ്പോൾ കറൻറ്റ് എപ്പോഴും ഏതാണോ പാരലൽ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുമ്പം ഏതാണോ ലോ റെസിസ്റ്റൻസ് പാത്ത് അതിലൂടെയായിരിക്കും കറൻറ്റ് ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് ലോഡിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ഇൻഡക്ടറിലൂടെ വരുന്ന കറൻറ്റ് നേരെ സ്വിച്ച് മീൻസ് ട്രാൻസിസ്റ്റർ TR2 ഓൺ ആയതുകൊണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നു. നേരെ താഴേക്ക് വന്ന് തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ TR2 ഓൺ, സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ TR2 ഓൺ ആണ് ബൂസ്റ്റ് ഓപ്പറേഷനിൽ.
അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് കറൻറ്റ് പോകുന്നത് ഏതിലൂടെയാണ്? TR2യിലൂടെയാണ്. ലോഡിലേക്ക് ഇൻപുട്ട് സോഴ്സിൽ നിന്നും പോകുന്നില്ല. This term inductor stores energy. That is, during this on period of TR2, it gives low resistance path. Input is not supplied to load. അടുത്തത് നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഓഫ് പീരിയഡ് ആണ് നോക്കേണ്ടത്. ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ട്രാൻസിസ്റ്റർ TR2 ഓഫ് ചെയ്യുന്ന ആ ടൈം എന്താണ് വർക്കിംഗ് നോക്കാം. അപ്പോൾ TR2വിനെ നമ്മൾ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ആദ്യം നമ്മൾ ഓൺ കണ്ടീഷൻ കണ്ടു. അത് ഓൺ കണ്ടീഷനിൽ അത് കറൻറ്റിനെ ഷോർട്ട് പാത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടിലേക്ക് കൊടുത്തില്ല. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ആ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ TR2വിനെ അങ്ങ് ഓഫ് ചെയ്യുന്നു. അപ്പം നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് വരച്ചിരിക്കുകയാണ്. In boost converter mode, TR1 is turned on continuously. It passes current. D1 is reverse bias and so does not pass current. സെയിം തന്നെയാണ് പറയുന്നത്. ബൂസ്റ്റ് കൺവേർട്ടറിൽ TR1 കണ്ടിന്യൂസ്ലി ഓൺ ആണ്, അതുപോലെ D1 കണ്ടിന്യൂസ്ലി ഓഫ് ആണ്. നമ്മൾ സിഗ്നൽ കൊടുത്തു, TR1നെ ഓണാക്കി, TR1 ഓണായി. അടുത്തത് when the switching transistor TR2 is turned off ചെയ്തു, സിഗ്നൽ കൊടുത്തു. ലോ സിഗ്നലാണ്, ബ്ലാക്ക് ആണ്, അതുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. TR2 ഓഫായി. The sudden drop of current causes inductor to produce back EMF. കറണ്ട് ഫ്ലോ ചെയ്തിരുന്ന, വളരെ ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെ ഫ്ലോ ചെയ്തിരുന്ന കറണ്ട് പെട്ടെന്ന് ഡ്രോപ്പ് ആയപ്പം അവിടെ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്തു. The back EMF can be any voltage over a wide range depending on the design of circuit. ബാക്ക് EMF ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസും അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റുമാണ്. ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് എത്രയാണ് ബാക്ക് EMF എന്നത്. അപ്പം നമുക്ക് അതനുസരിച്ച് വോൾട്ടേജ് വേണ്ടുന്നതിനനുസരിച്ച് സർക്യൂട്ട് ഡിസൈൻ മാറ്റം വരുത്തിയാൽ മതി. ദ ബാക്ക് EMF ഈസ് ഇൻ റിവേഴ്സ് പൊളാരിറ്റി ടു പ്രീവിയസ് വൺ. നോക്കാം. ബാക്ക് EMF ബാറ്ററി സൈഡിൽ നെഗറ്റീവായിട്ടും റൈറ്റ് സൈഡിൽ പോസിറ്റീവായിട്ടുമാണ്. അതായത് ഫസ്റ്റ് ചാർജ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അവിടെ നമ്മൾ ബാക്ക് EMFനെ VL എന്ന് ആരോ കാണിച്ചിട്ടുണ്ട്, നോക്കുക. ദിസ് റിസൾട്ട്സ് ഇൻ ടു വോൾട്ടേജസ് VS ആൻഡ് VL ഇൻ സീരീസ് വിത്ത് ഈച്ച് അതർ. VS എന്ന് പറഞ്ഞാൽ സോഴ്സ് വോൾട്ടേജും റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് VL ആയ ബാക്ക് EMFും ആക്ച്വലി സീരീസ് ആവുക. കാരണം എന്താ? VSൻ്റെ പോസിറ്റീവിനോട് VLൻ്റെ നെഗറ്റീവാണ് ചേർന്ന് വരുന്നത്. അപ്പോൾ രണ്ട് വോൾട്ടേജ് സീരീസ് ആയതുകൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് VS + VL ആയിരിക്കും ടോട്ടൽ വോൾട്ടേജ്. അപ്പോൾ കറൻറ്റ് ദിസ് ഹയർ വോൾട്ടേജ് ഫോർവേഡ് ബയസസ് ഡയോഡ് D2. D2വിനെ ഈ ഹയർ വോൾട്ടേജ് ഫോർവേഡ് ബയസ് ചെയ്യും. ദ കറൻറ്റ് ഫ്ലോസ് ത്രൂ TR1 through inductor, diode D2, എന്നിട്ട് ഇത് കപ്പാസിറ്ററിലേക്ക് ഫ്ലോ ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഏത് വോൾട്ടേജിലായിരിക്കും? VS + VL വോൾട്ടേജ്. VS + VL കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ഇനി ലോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തു. ലോഡിലൂടെ താഴേക്കാണ് വരുന്നത്. റിട്ടേൺ കറൻറ്റ് പോകുന്നു. ബാറ്ററിയുടെ നെഗറ്റീവ്, അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുന്നു. The resulting current charges capacitor to the higher voltage VS + VL, ready for the next on period, and also supplies the load. അപ്പോൾ ഈ കറൻറ്റ് VS + VL, ഈ ഹയർ വോൾട്ടേജ് ആക്ച്വലി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കറൻറ്റ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുന്നുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ, അതായത് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററായ TR2ൻ്റെ ഓഫ് പീരിയഡിൽ. ഓൺ പീരിയഡിൽ ആക്ച്വലി
നമ്മുടെ TR2 സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഒരു ഷോർട്ട് പാത്ത് കൊടുത്തതുകൊണ്ട് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തില്ല, ഇൻപുട്ട് ഡ്രൈവ് ചെയ്യിച്ചില്ല ഔട്ട്പുട്ടിനെ. അതേസമയം അത് ഇൻഡക്ടറിനെ ചാർജ് ചെയ്യിച്ചിരുന്നു. TR2 ഓഫായ സമയം ഈ ഇൻഡക്ടറിലെ ബാക്ക് EMFും അതുപോലെ ഇൻപുട്ട് സോഴ്സിലെ വോൾട്ടേജും ചേർന്ന് VS+VL നമ്മുടെ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കുന്നു, ലോഡിനെ വർക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ കപ്പാസിറ്റർ ഇപ്പോഴത്തെ കണ്ടീഷൻ VS+VLന് ചാർജ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ഫസ്റ്റ് ഓണും നെക്സ്റ്റ് ഓഫും ആണ് നോക്കിയത്. ഇനിയുള്ള ഓൺ, നെക്സ്റ്റ് ഓൺ എങ്ങനെയാണെന്ന് നോക്കാം. ബൂസ്റ്റ് കൺവേർട്ടറിൽ ഫസ്റ്റ് ഓണും നെക്സ്റ്റ് ഓണും നമ്മളുടെ വ്യത്യാസം വരുന്നത്, ഫസ്റ്റ് ഓണിന് കപ്പാസിറ്റർ ചാർജ് ഉണ്ടാവില്ല. ഓഫ് ചെയ്തതിന് ശേഷം വരുന്ന ഓണിന് കപ്പാസിറ്റർ VS+VL ചാർജ് ചെയ്തിരിക്കും. In boost converter mode, TR1 is turned on continuously. TR1 ഓൺ ചെയ്തു ആൻഡ് TR2 നമ്മൾ ഓൺ ചെയ്തു. During on periods of when TR2 is conducting, current flows through it. The input current starts from positive terminal of source and flows through TR1 inductor and switching transistor. നോക്കുക, താഴെ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിലേക്കാണ് പോകുന്നത്. ഡയറക്ട്ലി ബാക്ക് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് സപ്ലൈ. ദിസ് ടൈം ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി. ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കണ്ട സെയിം വർക്കിംഗ് തന്നെയാണ്, ഫസ്റ്റ് ഓണിൽ കണ്ട വർക്കിംഗ് തന്നെയാണ്. ഇനി ഡ്യൂറിങ് ദിസ് ഓൺ പീരിയഡ് ഓഫ് TR2, ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്. ഡയോഡ് D2 ബ്ലൂ കളറിലുള്ളത് ഈസ് റിവേഴ്സ് ബയാസ് ഡ്യൂ ടു ചാർജ് ഓൺ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ VS+VL ചാർജ് ഉള്ളത് കൊണ്ട് ഡയോഡ് D2ൻ്റെ കാഥോഡ് കൂടിയ പോസിറ്റീവിലായതുകൊണ്ട് അത് റിവേഴ്സ് ബയസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഓപ്പൺ കാണിച്ചിട്ടുണ്ട് D2ൻ്റെ അടുത്തായിട്ട്. ദാറ്റ് ഈസ് ഇൻപുട്ട് ഈസ് നോട്ട് സപ്ലൈഡ് ടു ലോഡ്. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയം നെക്സ്റ്റ് ഓണിൽ TR2ൻ്റെ നെക്സ്റ്റ് ഓണിൽ TR2ലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക. ഇൻപുട്ട് ഈസ് നോട്ട് സപ്ലൈഡ് ടു ലോഡ്. ഡ്യൂറിങ് ദിസ് പീരിയഡ് ലോഡ് ഈസ് ബീങ് സപ്ലൈഡ് എൻറ്റയർലി ബൈ ദ ചാർജ് ഓൺ കപ്പാസിറ്റർ C. ഇപ്പം കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന VS+VL കൊണ്ടാണ് ലോഡ് വർക്ക് ചെയ്യുക. നമുക്ക് നോക്കാം. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ലോഡിലേക്ക് പോയി താഴേക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്, തിരിച്ച് നെഗറ്റീവിലേക്ക്. അപ്പം കപ്പാസിറ്ററിലെ ചാർജ് കൊണ്ട് ലോഡ് വർക്ക് ചെയ്യുന്നു സ്വിച്ച് ഓൺ ആകുന്ന സമയം. വെൻ ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഡിക്രീസസ്, കുറച്ച് സമയം കഴിയുമ്പോൾ കപ്പാസിറ്ററിൻ്റെ നെക്സ്റ്റ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എപ്പോഴാണോ ഡിക്രീസ് ആവുന്നത്, ദ കൺട്രോൾ യൂണിറ്റ് ടേൺസ് ഓഫ് TR2. ദ മോസ്ഫെറ്റ് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുന്ന സമയം അത് ഷോർട്ട് പാത്ത് കൊടുത്തു, അതുപോലെ D2 റിവേഴ്സ് ബൈസ് ആയി. അതുകൊണ്ട് നമുക്ക് സോഴ്സ് വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് വന്നില്ല, പകരം കപ്പാസിറ്ററിലെ വോൾട്ടേജ് എടുത്താണ് വർക്കായത്. അപ്പോൾ കപ്പാസിറ്ററിലെ വോൾട്ടേജ് കുറഞ്ഞു വരുമ്പോഴേക്കും എന്ത് ചെയ്യും, TR2വിനെ അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ TR2വിനെ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് സോഴ്സിലെ വോൾട്ടേജും ഇൻഡക്ടറിലെ ബാക്ക് EMF VL, അപ്പോൾ VS+VL നമ്മുടെ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയും ചെയ്യും, ലോഡിനെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ദ പ്രോസസ് റിപ്പീറ്റ്സ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ബേസിക്സ് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. ഇറ്റ് കമ്പൈൻസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബക്ക് കൺവേർട്ടർ ആൻഡ് ബൂസ്റ്റ് കൺവേർട്ടർ ഇൻ എ സിംഗിൾ സർക്യൂട്ട്. It is useful in battery powered systems where the input voltage can vary widely. The next, operation as buck converter, operation as boost converter ചേരുമ്പോഴാണ് buck boost converter വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം buck converter പഠിക്കുകയാണ് ഓപ്പറേഷൻ. അപ്പോൾ buck converter വർക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് TR1 ആണ് നമ്മുടെ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. അതിന് നമ്മൾ ഓണാക്കി ഓഫാക്കി ചെയ്യുന്നു. TR2 ഫുൾ ടൈം ഓഫാണ്. അപ്പോൾ TR1 ഓൺ ആവുമ്പോൾ ഇൻപുട്ട് സോഴ്സ് സപ്ലൈസ് ലോഡ്. നെക്സ്റ്റ്
ബക്ക് കൺവേർട്ടറിൽ TR1 ഓഫ് ആകുന്ന സമയം ചാർജ് ഓൺ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഡ്രൈവ്സ് ലോഡ്. അപ്പം ഇത് ശ്രദ്ധിക്കാനുള്ളത് ബക്ക് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം TR2 ഫുൾ ഓഫായിരിക്കും, ഫുൾ ടൈം ഓഫായിരിക്കും. TR1 ഒരു സമയം ഓൺ ആയിരിക്കും, പിന്നെ ഓഫായിരിക്കും, മാറി മാറി സ്വിച്ച് ചെയ്യും. അപ്പോൾ ഓൺ ആയിരിക്കുന്ന സമയം ഇൻപുട്ട് സോഴ്സ് നമുക്ക് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കും. അതുപോലെ TR1 ഓഫ് ആവുന്ന സമയം ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജാണ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുക. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേഷൻ, ബൂസ്റ്റ് കൺവേർട്ടർ ആയിട്ടുള്ള ഓപ്പറേഷനാണ് നോക്കേണ്ടത്. അതിന് നമുക്ക് നമ്മുടെ TR1 നമ്മൾ കണ്ടിന്യൂസ്ലി അങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കും. കാരണം അത് സീരീസ് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ്. ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ഓൺ ആക്കി വയ്ക്കും. ഇനി TR2വിനെ നമ്മൾ ഓണും ഓഫും ചെയ്യിക്കും. അത് ഓൺ ആയിരിക്കുന്ന സമയം ഇൻപുട്ട് സോഴ്സ് ഔട്ട്പുട്ടിലേക്ക് ലോഡിലേക്ക് പോവില്ല. കാരണം TR2 ഓണാണ്, അത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈസി പാത്ത് കൊടുക്കുകയാണ്, ലോ റെസിസ്റ്റൻസ് പാത്ത് കൊടുത്ത് അത് ഔട്ട്പുട്ടിലേക്ക് അല്ലെങ്കിൽ ലോഡിലേക്ക് ഇൻപുട്ട് സോഴ്സ് എന്നുള്ള വോൾട്ടേജ് അതിന് കറൻറ്റിനെ വിടുന്നില്ല. നെക്സ്റ്റ് TR2 നമ്മൾ ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് VS, അതായത് സോഴ്സ് വോൾട്ടേജും മുമ്പ് ചാർജ് ചെയ്ത VL ബാക്ക് EMFും ചേർന്നിട്ട് സീരീസ് ആയ വോൾട്ടേജ് ആയിക്കൊണ്ട് കൂടിയ വോൾട്ടേജ്, ഹയർ വോൾട്ടേജ്, ബൂസ്റ്റഡ് വോൾട്ടേജ്, ആ ബൂസ്റ്റഡ് വോൾട്ടേജ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുക. നെക്സ്റ്റ് ഓൺ മുതൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VS+VL ആണ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുക നെക്സ്റ്റ് ഓൺ പീരിയഡിൽ. അപ്പോൾ ബൂസ്റ്റ് കൺവേർട്ടറിൽ ഓഫ് പീരിയഡിൽ സോഴ്സ് വോൾട്ടേജും VS+VL സീരീസ് ആയി വരുന്നു, അത് നമുക്ക് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുന്നു. അതേസമയം ബൂസ്റ്റ് കൺവേർട്ടർ തന്നെ ഓൺ പീരിയഡ്സ്, നെക്സ്റ്റ് ഉള്ള ഓൺ പീരിയഡ്സിലെല്ലാം വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VS+VL ആണ്, അതാണ് ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുക. അപ്പോൾ എപ്പോഴും ബൂസ്റ്റ് കൺവേർട്ടറിലെ ലോഡിന് VSനേക്കാൾ കൂടിയ വോൾട്ടേജ് VS+VL വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് ബൂസ്റ്റ് കൺവേർട്ടറായിട്ടും വർക്ക് ചെയ്തു. അപ്പം നമ്മൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ പഠിച്ചു. ഇനി നമുക്ക് ബക്ക് കൺവേർട്ടറിനും ബൂസ്റ്റ് കൺവേർട്ടറിനും ഇൻവേർട്ടർ കൺവേർട്ടറിനും ഉപയോഗിക്കുന്ന IC സർക്യൂട്ട്സ് ആണ് പഠിക്കേണ്ടത്. അത് ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.